വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ മൈൻക്രാഫ്റ്റിൻ്റെ 9ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, കുറേ ദിവസമായി ഗൈസ് മൈൻക്രാഫ്റ്റൊക്കെ കളിച്ചിട്ട്. കുറേ ദിവസം പറഞ്ഞാൽ കുറേ ദിവസം, ഒരു മാസം ഒരാഴ്ച കഴിക്കും ഗൈസ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിനി ഒരു ബ്രീഡർ ശരിയാക്കണമെന്ന്. ഇതാക്കണ് കണ്ടോ, ബ്രീഡർ നമ്മുടെ AFK ഇനി 4 വില്ലേജറും വലുതായിക്കണ് ഗൈസ്. ഒരു ബ്രീഡർ ശരിയാക്കിയിനി ഗൈസ്. ഞാൻ ഇതുവരെ അല്ല കേട്ടോ, ഇപ്പോൾ തുടങ്ങിയതാണ്. എന്നാലും ഇപ്പോഴല്ല, കുറച്ച് ദിവസമായി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വീഡിയോ എടുത്തത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഗൈസ് ബ്രീഡർ ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല. ഇനി കാണാൻ വലിയ ചൊറുക്കുമില്ല, ഒന്നും വിഷയമല്ല, പ്രശ്നമല്ല. ഇവിടുത്തെ കുജ്ജൊന്നും നോക്കണ്ട, അത് ക്രീപ്പർ പൊട്ടിയതാ, കള്ള ക്രീപ്പർ. പിന്നെ ഗൈസ് അപ്പം നമ്മൾ ഈ വില്ലേജസിനെ കൊണ്ടുവന്നതൊക്കെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചു തന്നിങ്ങനെ. ഒരു വില്ലേജൊക്കെ അവിടുന്ന് കൊടുന്ന് ഇട്ടതാണ് ഗൈസ്. പിന്നെ ഗൈസ് ഇതൊക്കെ കണ്ടോ, ഞാൻ ഇടിമിന്നൽ ടണ്ടർ കൊള്ളാതെക്കാനും വേണ്ടി ഇതാക്കണേ. നമ്മളിവിടെ സുരക്ഷാജാലമൊക്കെ ഉണ്ടാക്കി വെച്ചിക്കണ്. കോപ്പർ ഇതാക്കണ ഇവിടെ ഒക്കെ ഉണ്ടായിനി, ഈ സ്റ്റോൺ ബയോമിൽ തന്നെ ഉണ്ടായിനി. പിന്നെ ഞാൻ എൻ്റെ പെൻ്റെ നെറൂലും വെച്ചിക്കണൊന്ന്. അത് ഇവിടെ തട്ടിക്കാണ്ട് ടണ്ടറല്ലേ പറയാൻ പറ്റില്ല, തിരിച്ചൊക്കെ കത്തും. പിന്നെ ഗൈസ് അടുത്ത എപ്പിസോഡിൽ ചെയ്യാനുള്ളതെന്ന് ചോദിച്ചാൽ ഒറ്റ മാത്രമേ ഉള്ളൂ. ഒരു അയൺ ഫാർം ഉണ്ടാക്കണം. എൻ്റെ പ്ലാനിൽ ഇപ്പോൾ അയൺ ഫാർം ഇവിടുന്ന് അങ്ങോട്ട് 10 ബ്ലോക്ക് അങ്ങോട്ട് വിട്ടുകാണ്ട് അവിടെയാണ് ഞാൻ കരുതിക്കണം അയൺ ഫാർം ഉണ്ടാക്കാൻ. അല്ലെങ്കിൽ നെറൂൽ എവിടെയെങ്കിലും ഉണ്ടാക്കി വെക്കേണ്ടി വരും. ഏതായാലും 10 ബ്ലോക്ക് ക്യാപ്പ് വേണം അതിൻ്റെ അടിയിൽ, അല്ലെങ്കിൽ അയൺ ഫാർം വർക്കാവില്ല. പിന്നെ ഗൈസ് ഞാൻ കരുതിക്കണമെന്ന് ചോദിച്ചാൽ നമ്മളെ വില്ലേജേഴ്സിനെ കൊണ്ട് തന്നെ നമ്മൾ ആ ആർമറും എന്താ പറയുക, ആർമറും ടൂൾ സ്മിത്തൊക്കെ ആക്കിയാണ്ട് എല്ലാ ആയുധങ്ങളും ഓലെടുത്തുനിന്ന് വാങ്ങാനാണ് എൻ്റെ പ്ലാന്. അപ്പം മൈനിങ് ചെയ്യണ്ടല്ലോ, കുറേ പണി കഴിഞ്ഞിട്ടിക്കോളും. ഇപ്പോൾ ഗൈസ് ഇതിലിപ്പോൾ 4 വില്ലേജർ ഉണ്ട്. 4 പോരാ, 10 മിനിമം വേണ്ടി വരും ഒരു അയൺ ഫാർം ഉണ്ടാക്കണമെങ്കിൽ. ഞാൻ ഏത് അയൺ ഫാർം ഉണ്ടാക്കണമെന്നൊക്കെ നോക്കണം. എൻ്റെ ഇതൊന്നും ഞാനിപ്പോൾ യൂട്യൂബിലൊന്നും നോക്കിയിട്ടില്ല. ഏത് അയൺ ഫാർം ഉണ്ടാക്കേണ്ടത് എങ്ങനത്തെയാണ് നോക്കിയിട്ടില്ല, ഒക്കെ നോക്കിയിട്ട് ഉണ്ടാക്കണം. പിന്നെ ഗൈസ് വേറെ കാര്യം, നമ്മൾ അടുത്ത എപ്പിസോഡിൽ അയൺ ഫാർം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുക നമ്മളെ എന്താ പറയുക, അപ്പോൾ ഈ വില്ലേജസിനെ കൊണ്ട് ഇപ്പോൾ എന്താ കാട്ടുക, എന്താ പറയുക, നമ്മൾ ഇതൊക്കെ കൊടുക്കൂല, അയൺ കൊടുക്കാതെ ടൂൾ സ്മിത്ത് ഓലെ ആക്കിയാണ്ട് നമ്മൾ അയണൊക്കെ കൊടുത്ത് ട്രേഡ് ചെയ്ത് ഒക്കെ എമറോൾഡ് ആക്കി ഓലെടുത്തുനിന്ന് തന്നെ ടൂൾസും ആർമേഴ്സും ആയുധങ്ങൾസും എല്ലാസും ഒക്കെ വാങ്ങിയാണ്ടിച്ച് OP ആയിട്ട് നടക്കണം ഇവിടെ. പിന്നെ ഗൈസ് നെതർ ചിലപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റത്തെ എപ്പിസോഡിൽ നെതർ എക്സ്പ്ലോർ ചെയ്യണം. നെതറിൽ എന്തൊക്കെയുള്ളത്, എന്തൊക്കെ ജന്തുക്കളിലൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നല്ല, നെതറിലേക്കൊന്നും കയറി നോക്കിയിട്ടില്ല. അവിടുത്തെ അവസ്ഥ എത്താന്നും നമ്മൾ നോക്കിയിട്ടില്ല. ഞാൻ ചെയ്ത് ഭയം കിട്ടുമോ എന്ന് വെച്ചോ അറിയൂല. അപ്പോൾ ഗൈസ് നല്ല ഗുഡ്. പിന്നെ ഗൈസ് വേറെ കാര്യം, നമ്മൾ ഒരു കാര്യം ചെയ്യാൻ കരുതി. നമ്മൾ ഈ ഇതൊക്കെ അല്ലേ സംഗതികളൊക്കെ ആയുധങ്ങളൊക്കെ ഇതാക്കണ അപ്പം ഇനി പറയാ ട്രേഡിങ് ഹാൾ, ആ സാധനം ഞാൻ ഇവിടെ ഉണ്ടാക്കിയാലോ എന്നാണ് എൻ്റെ ഉദ്ദേശം. എന്നുവെച്ചാൽ വലിയ പണിയൊന്നുമില്ല, അത്ര വലിയ പണിയൊന്നും എടുക്കണ്ട, കുറച്ച് പണി എടുത്താൽ മാത്രം മതി. ചൂടാക്കിയാലോ എന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ട് ഗൈസ്. ഏതായാലും കമൻറ്റ് ചെയ്യും, നിങ്ങളെ കമൻറ്റിനനുസരിച്ച് നമ്മൾ ഇവിടെ ഉണ്ടാക്കാം. ഇപ്പോൾ ഗൈസ് നമ്മളെ കുതിരയ്ക്കുള്ള പേരുകൾ ഇട്ടിട്ടില്ല, അത് വേഗം കമൻറ്റ് ചെയ്യും ഗൈസ്. പിന്നെ ഡോഗിനുള്ളതും കമൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ എന്ത് പേര് വിളിക്കും, സങ്കടമുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ വെറുതെ പറഞ്ഞതല്ല, നിങ്ങൾ പേരിടണം. പിന്നെ ഗൈസ് ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ, ഒന്ന് ചെറിയൊരു എപ്പിസോഡാണ്. ഇനി അടുത്ത എപ്പിസോഡ് നമ്മൾ അയൺ ഫാർം ഉണ്ടാക്കിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്ര ഉള്ളൂ.
അപ്പോൾ ഗൈസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക പറയും, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ആ കുതിരൻ്റെയും ഡോഗിൻ്റെയും പേരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് കണ്ട് അറിയിക്കുക ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ.